ഹോട്ടൽ ടെറസറ്റ് ഹോട്ടൽ നമ്മളിന്ന് ചെക്കൗട്ടാണ്. ഇനി നമ്മൾ നേരെ ഉബുദിൻ്റെ ഏരിയയിലോട്ടാണ് പോകുന്നത്. അവിടെ ബാലി ജംഗിൾ റിസോർട്ടിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് 2 ദിവസത്തേക്ക്. അപ്പോൾ നമ്മൾ ടാക്സി പറഞ്ഞിട്ടുണ്ട്, ടാക്സി ഇപ്പോൾ വരും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പോകുന്ന ടാക്സി. ടൊയോട്ടയുടെ വണ്ടിയാണ് മൊത്തം. ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. അപ്പോൾ ഈ ചേട്ടൻ നമ്മൾ ഡ്രൈവർ മാത്രമല്ല ഒരു ഗൈഡ് കൂടെയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ നമ്മളിന്ന് 2 സ്ഥലങ്ങളിലൂടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ നേരെ ഡ്രോപ്പ് ഓഫ് ചെയ്യുന്നത്. നമ്മൾ ഹോട്ടലിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ടാക്സി സെൻറ്റർ ഉണ്ടായിരുന്നു, നമ്മൾ ബൈക്കറിൻ്റെ അടുത്ത് പോകും. അവിടെ നിന്നാണ് പുള്ളിക്കാരൻ നമുക്ക് കിട്ടിയത്. അപ്പോൾ ആൾ നല്ല കമ്പനിയാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് നോക്കാം. അപ്പോൾ ബാലിയിലെ കുട്ടയിൽ വരികയാണെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. വാട്സാപ്പ് അവൈലബിൾ ആണ്. പുള്ളി നല്ല എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറാണ്. പുള്ളിക്ക് ഏകദേശം എല്ലാ ഭാഗങ്ങളും ബാലിയുടെ മിക്ക ഭാഗങ്ങളും അറിയാം. നമ്മൾ റേറ്റും അഫോർഡബിളായിട്ട് ചെയ്തു തരും. അപ്പോൾ ഉബുദിലേക്കുള്ള യാത്രാമധ്യം നമ്മൾ ആദ്യം കൊണ്ടിറക്കിയത് ഒരു ബാത്തിക് സെൻറ്ററിലാണ് കേട്ടോ. ബാത്തിക് എന്ന് വെച്ചാൽ ഇവർ ഈ പ്രിൻറ്റ് ചെയ്യുന്ന തുണിയും ക്ലോത്ത്സിൽ പ്രിൻറ്റ് ചെയ്യുന്ന രീതിയാണ്. നമ്മൾ പഴയ കാലത്ത് നെയ്ത്ത് രീതിയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം എങ്ങനെയാണെന്ന്. കാറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഉബുദിലോട്ട് പോകാം. ഉബുദിലോട്ട് പോകുന്ന വഴിക്ക് പുള്ളി കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലാദ്യത്താണ് ഈ ബാത്തിക് സെൻ്റർ എന്ന് വെച്ചാൽ ഇവർക്ക് കമ്മീഷൻ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് സാധനം വാങ്ങിച്ചാൽ ഇവർക്ക് കമ്മീഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ലുവാക്ക് കോഫി ട്രൈ ചെയ്യാനായിട്ട് വന്നതാണ്. ഇന്തോനേഷ്യയിലെ ഫേമസ് ആണ്. അതായത് ലുവാക്ക് എന്ന് പറഞ്ഞൊരു ജീവിയിൽ നിന്ന് എടുക്കുന്ന ഒരു ടൈപ്പ് കോഫിയാണ്. ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇത് പല ടൈപ്പിലുള്ള കോഫി പ്ലാന്റേഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈ കിടക്കുന്ന സാധനമാണ് കേട്ടോ ലുവാക്ക് എന്ന് പറയുന്നത്. ഈ ഇരുന്ന് ഉറങ്ങുന്ന ജീവിയാണ് കേട്ടോ ലുവാക്ക്. മറ്റേ ആ ലുവാക്ക് എന്ന് പറഞ്ഞ ആ ജീവിയില്ലേ, അവർ ഈ പറയുന്ന ഈ കോഫി ആ ലുവാക്ക് എന്ന് പറയുന്ന ജീവിക്ക് ഇത് കഴിക്കാൻ കൊടുക്കും. ഇതിൻ്റെ സെക്രീഷൻ എന്ന് അതിനെ എടുത്തിട്ട് ആ കോഫി ഇത് സെക്രേറ്റ് ചെയ്യും. അത് സെക്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനെ എടുത്ത് വാഷ് ചെയ്തിട്ട് അവർ കോഫി ആക്കും. അപ്പോൾ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് അവർ തരും. അപ്പോൾ നമുക്ക് എവിടെയെന്ന് വെച്ചാൽ സിറ്റ് ചെയ്യാം. നമുക്കിത് ഇവിടെ തരാമെന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരിക്കാം. കോഫി പ്ലാന്റേഷനിൽ സിങ് അവൈലബിൾ ആണ്. അതായത് ബാലിയിൽ സിങ് മൊത്തത്തിൽ ഭയങ്കര ഫേമസ് ആയിട്ടാണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് സിങ് ട്രൈ ചെയ്യാൻ പറ്റും. 200,000 എന്തോ ആണ് സിങ് വരുന്നത്. അതായത് 1000 റുപ്പീസ് വരും. അതിന് വരെ ഒരു ഡ്രസ്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇവിടെ ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റും സിങ്ങിൻ്റെ. നല്ല രസമായിരിക്കും. നമുക്ക് എന്തായാലും അവിടെ ഇരിക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കോഫി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം അവർ ടെസ്റ്ററാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇതിനകത്ത് ലുവാക്കിൻ്റെ കോഫി ഇല്ല. ഇത് വേറെ കുറേ ഫ്ലേവറൊക്കെയാണ്. നമ്മളെന്തായാലും ലുവാക്കിൻ്റെ കോഫി ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന് 50,000 എന്തോ ആണ് വരുന്നത്. INR നമുക്ക് അല്ല INR അല്ല, ഇന്തോനേഷ്യൻ റുപ്പയ 50,000 വരും. അപ്പോൾ അത് നമുക്ക് വന്നിട്ട് നോക്കാം. ഇപ്പം നമുക്ക് ഈ ഉള്ള കോഫിയൊക്കെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ലച്ചൊന്നും കൂടും. അപ്പോൾ അതെ ലുവാക്കിൻ്റെ കോഫി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ലുവാക്കിൻ്റെ കോഫി. അതിൻ്റെ കൂടെ ഒരു ബാലനീസിൻ്റെ കേക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഇത് ഷുഗർലെസ് ആണ്. ഇവിടുത്തെ കോഫി ഒന്നും ഇവർ ഷുഗർ ഇടില്ല. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് കേട്ടോ ലുവാക്കിൻ്റെ കോഫി. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ഇത് വെറൈറ്റി ടേസ്റ്റാണ്. കോഫി ലവേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഇത് പൂ കോഫി ആണെന്നുള്ളൊരു മൈൻഡ് നമ്മൾ വെക്കാതിരുന്നാൽ മതി. കാരണം അവർ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് നല്ല ക്ലീൻ നീറ്റ് ആൻഡ് ആയിട്ടാണ് എടുക്കുന്നത്. ഇത് നല്ല കോഫിയിൽ നല്ല ആരോമാറ്റിക് ടേസ്റ്റാണ്. അടിപൊളിയായിട്ടുണ്ട്. നോർമലി ഇന്തോനേഷ്യൻ പീപ്പിൾസ് ഷുഗർ വലുതായിട്ട് ആഡ് ചെയ്യില്ല. അപ്പം നമ്മളാണ് കൂടുതൽ ഷുഗർ ആഡ് ചെയ്ത് കോഫിയിലേക്ക് ടേസ്റ്റിന് വ്യത്യാസം വരുന്നത്. ഇത് ഷുഗർ ആഡ് ചെയ്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. പക്ഷെ നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ടൂടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇതിൽ പിങ്ക് കളറിലുണ്ടായിരുന്നത് എല്ലാം ഇവിടെ ഫിനിഷ് ചെയ്ത് കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റാണ്. ഏറ്റവും സൂപ്പർ എന്ന് പറഞ്ഞാൽ മാംഗോസ്റ്റീനും അതേപോലെ അവോക്കാഡോയാണ്. ഇവിടെ അവർ പേര് എഴുതി വെച്ചിട്ടുണ്ട്. സാമ്പിൾ പാക്ക് എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും നിങ്ങൾ ബാലി വരുവാണെങ്കിൽ കോഫി പ്ലാന്റേഷനിൽ വരണം. ആ കിട്ടിയ സാമ്പിൾസിലെല്ലാം നമ്മൾ ഉപയോഗിച്ച് അതിനുശേഷം നമ്മൾ ലുവാക്കിൻ്റെ കോഫി ഓർഡർ ചെയ്തു. അതും കഴിച്ചു. നല്ലതായിരുന്നു.
നമ്മളിപ്പോൾ കഴിച്ച ഈ കോഫിയുടെ എല്ലാ കോഫി പൗഡറും നമുക്കിവിടെ സാമ്പിൾസ് മേടിക്കാൻ കിട്ടും. നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് നോക്കാം. നമ്മളത് മാംഗോസ്റ്റീൻ പീലിൻ്റെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ കോഫി പ്ലാന്റേഷൻ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു സ്ഥലം കൂടെ പുള്ളിക്കാരൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ടെമ്പിളാണ്. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളെ ഡ്രൈവർ ചേട്ടൻ നമ്മളെയും വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് സിൽവർ ജ്വല്ലറിയുടെ ഒരു ഷോപ്പാണ്. നമ്മുടെ കയ്യിലേക്ക് കിടപ്പുണ്ട് സിൽവറിൻ്റെ സാധനങ്ങൾ. അപ്പോൾ ഇവിടെ സിൽവറിൻ്റെ ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ ഗോൾഡിനെക്കാട്ടിയും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് സിൽവറാണ്. നമ്മൾ സിൽവർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ കാണിച്ചു തരുന്നത്. ജസ്റ്റ് അകത്തോട്ട് പോയിട്ട് നോക്കാം. സിൽവറിൻ്റെ മാസീവ് കളക്ഷനാണ് കേട്ടോ ഇവിടെ. ഒരു രക്ഷയില്ലാത്ത കളക്ഷനുള്ള സാധനങ്ങളാണ് സിൽവറിലുള്ളത്. ഇത് കണ്ടോ. അപ്പോൾ നമ്മളിത് ഈ രണ്ട് സാധനം വാങ്ങിച്ചു കേട്ടോ. ഒന്നത് ഈ ഒരു സാധനവും. സിൽവർ എനിക്ക് തോന്നുന്നു നമ്മൾ അവിടത്തെക്കാട്ടിയും കുറച്ചുകൂടി എക്സ്പെൻസ് കുറവാണ്. കാരണം നമ്മൾ സിൽവറിൻ്റെ നമ്മളെ ജുവലറിയിലൊക്കെ പോയി വാങ്ങുവാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവാണ്. ഇത് കണ്ട ഒരു ലോക്കൽ സാധനം പോലെ ഇരിക്കുന്നത് 916 സിൽവറാണ്. അപ്പം അത്യാവശ്യം നല്ല ബെറ്റർ പ്രൈസിന് കിട്ടി. നമ്മളിവിടെയൊക്കെ സിൽവറിന് പീസ് റേറ്റ് വരും. സിൽവറിൻ്റെ ഗ്രാമിന് റേറ്റ് കുറവാണെങ്കിൽ അവരൊരു പീസ് റേറ്റ് ചാർജ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ട് ഇനി പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് പ്ലേസ് വന്നിട്ടുണ്ട്. ഒരു ടെമ്പിളാണ്. എന്തോ ഒരു ടെമ്പിളിൻ്റെ പേര് പറഞ്ഞു. പേരൊന്നും ഓർമ്മയില്ല. എന്തായാലും ഇതിൻ്റെ എൻട്രി ടിക്കറ്റ് ഫീ ഉണ്ട്. നമുക്കത് കയറിയിട്ട് വരാം. ഇപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇന്തോനേഷ്യൻ സ്റ്റൈലിൽ ഇവർ ഡ്രസ്സ് ചെയ്ത് തരും. തലയിൽ എന്തൊക്കെ സാധനം വെച്ചു തന്നുണ്ടോ. കൊടുക്കാനും സാധനം തന്നു. അടിപൊളി ആംബിയൻസ് ഉള്ള ടെമ്പിളാട്ടോ. ഫുഡ് കഴിക്കാനായിട്ട് വന്ന സ്ഥലമാണ് കേട്ടോ. അടിപൊളി ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഒരു വെൽക്കമിങ് കണ്ടിട്ട് സൂപ്പർ. ഫുഡ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കഴിച്ചു നോക്കിയിട്ട് പറയാം. ഇത് റൈസ് ഫീൽഡ് കണ്ടുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ റൈസ് ഫീൽഡിൻ്റെ വിസിബിലിറ്റി ഉള്ള സംഭവത്തിനാണ് ഇവിടെ റേറ്റ് കൂടുതൽ. കാരണം നമ്മളൊക്കെ റൈസ് ഫീൽഡിൻ്റെ ഏരിയയിൽ നിന്ന് വന്നുകൊണ്ട് നമുക്കിത് വലുതായിട്ട് തോന്നില്ലെങ്കിലും ഇവിടെ റൈസ് ഫീൽഡ് വിസിബിലിറ്റി ഉള്ളതിന് എല്ലാ സാധനങ്ങൾക്കും നല്ല റേറ്റാണ്. നമ്മൾ നോക്കിയ ഹോട്ടൽസിനും എല്ലാം. നമ്മളിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത സമയത്തെ നമുക്ക് ഫുഡ് വെയിറ്റിംഗ് ടൈമിൽ നമുക്ക് അവിടെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. നമ്മളെ നെൽപ്പാടങ്ങളാണ് കേട്ടോ റൈസ് ഫീൽഡ്സ്. നല്ല രസമുണ്ട്. ഇവർ ഇതിനെ ബാൽക്കണി ആക്കിയിട്ടാണ് ചെയ്യുന്നത്. മിക്ക ഹോട്ടൽസിൻ്റെയും അതേപോലെ റെസ്റ്റോറൻറ്റിൻ്റെയും ഒക്കെ ബാൽക്കണി എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമ്മളവിടെയൊക്കെ മറ്റേ സ്വിമ്മിംഗ് പൂള് വാട്ടർ ഫ്രണ്ട് വരുന്ന പോലെ ചെയ്യുന്ന രീതിയിൽ ഇവർ ചെയ്യുന്നത് ഈ റൈസ് ഫീൽഡും അതേപോലെയുള്ള ഈ കൃഷിയിടങ്ങളൊക്കെയാണ്. നല്ല ആംബിയൻസാണ്. ദേ ആ കാണുന്നതാണ് നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുന്ന ഹോട്ടൽ. അപ്പോൾ അവിടുന്ന് നമുക്ക് ബാൽക്കണി കിട്ടുന്നത് ഈ റൈസ് ഫീൽഡാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മിക്കവാറും റെഡി ആയി കാണും. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് നോക്കാം. നല്ല ആംബിയൻസ് ആയിരുന്നു. നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നേരെ ഫുഡിൻ്റെ അടുത്തോട്ട് പോകാം. നമ്മുടെ ഡ്രൈവർ ചേട്ടനവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് കറക്റ്റ് സമയത്ത് തന്നെ ഫുഡ് വന്നു കേട്ടോ. നമ്മൾ ഫുഡിനൊന്നും വെയിറ്റിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. ഇതാണ് ഇന്തോനേഷ്യൻ്റെ നേറ്റീവ് ഫുഡെന്ന് പറഞ്ഞ് പുള്ളി ഓർഡർ ചെയ്തത്. നല്ല സാധനം തോന്നിട്ടാണ് കണ്ടിട്ട്. പിന്നെ നമ്മുടെ ചേട്ടനും ഇരിപ്പുണ്ട്. പുള്ളിയും ഫോട്ടോയൊക്കെ എടുക്കുവാണ്. ലച്ചു ഓർഡർ ചെയ്ത സാധനമാണ് കേട്ടോ. ഫ്രൈഡ് റൈസും സാധനങ്ങളും.
അടിപൊളി ആംബിയൻസ് ഉള്ള ഹോട്ടലായിരുന്നു, അടിപൊളി ഫുഡുമായിരുന്നു. അപ്പോൾ നമ്മളിനി നേരെ നമ്മൾ ഉബുദിലല്ല താമസിക്കുന്നത്. ഉബുദിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മുകളിലോട്ടാണ് ജംഗിൾ റിസോർട്ടാണ്, ബാലി ജംഗിൾ റിസോർട്ട്. അപ്പോൾ നമ്മളിനി നേരെ അങ്ങോട്ട് പോവുകയാണ്. ഇനി ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ റിസോർട്ടിൽ ചെന്നിട്ട് നമ്മൾ റിസോർട്ടിലൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഉബുദിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് കുറേ നേരമായിട്ടും നമ്മൾ താമസിക്കുന്ന ഈ ഒരു റിസോർട്ട് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് കുറച്ച് ഉള്ളിലോട്ടാണ്. അതായത് ഒരു വില്ലേജ് ഏരിയയില്ല, ഒരു അപ്പ് ഡൗൺ ഹില്ലിൽ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമായി, പിന്നെ ഹെവി റെയിൻഫാളായിരുന്നു. നമ്മൾ ഇനിയിപ്പോൾ 2-2.5 കിലോമീറ്ററിൽ എത്തും. അടിപൊളി കേട്ടോ, കാട്ടിൻ്റെ ഇടയിൽ തന്നെയാണ് റിസോർട്ട്, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ. വണ്ടി താഴോട്ട് വരുമോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടോ കേട്ടോ, മൊത്തം റെയിനായിട്ട് കിടക്കുവാണ്. ഇതൊരു വല്ലാത്ത സംഭവമായി പോയി കേട്ടോ, വല്ലാത്ത ചതിയായി പോയി കേട്ടോ. നമ്മൾ മിക്കവാറും ഈ റിസോർട്ടിൽ കുടുങ്ങുന്ന പരിപാടിയുണ്ട്. ഇവിടെ ടാക്സി വരുമോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. ഇവിടുന്ന് എന്തായാലും നമ്മൾ തിരിച്ച് എയർപോർട്ടിലോട്ടല്ല പോകുന്നത്, അത് കാര്യമായി. വലിയ റിസോർട്ടാണ്, അടിപൊളി. ലോബി ഇവിടെയാണെന്നാ പറഞ്ഞത്. ഞാൻ എന്തായാലും ലോബിയുടെ അടുത്തൊന്ന് പോട്ടെ. നമ്മളിത് ഇങ്ങനെ ഏതോ ഒരു സ്ഥലത്തായിരിക്കും താമസിക്കുന്നത്. ലോബിയിൽ ആളുണ്ട് കേട്ടോ. ഇവിടെ ഒരാളെ ഉള്ളു കേട്ടോ റിസപ്ഷനിൽ. എന്തായാലും അവരൊന്ന് നമ്മളെ ബാഗ് എടുത്തുകൊണ്ട് വന്ന് വെക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. പേയ്മെൻ്റ് ഒക്കെ കൊടുത്തു പോയതാണ്, ഇല്ലെങ്കിൽ ഞാൻ മാറ്റാൻ. നമ്മളിവിടെ ലോക്കഡായി. ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കാം. പിടിച്ചോളാം. പൈസ കൊടുക്കണ്ടേ? എന്താണ് ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂം. ഇതാണ് നമ്മളെ റൂം. അകത്ത് കയറിയിട്ട് നോക്കാം. തിരിപ്പ് വെളിയിടുന്നു ആകത്തട്ടോ. ഇവിടെ ഊരിച്ചോ. ഡബും ബാത്റൂമൊക്കെ കണ്ടോ, കിട്ടില്ല. സൂപ്പർ, എക്സലന്റ് പ്ലേസ്. അടിപൊളി. സമാധാനപരമായിട്ട് റെസ്റ്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം കേട്ടോ. അടിപൊളി സ്ഥലം, നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. എന്തോ ഒരു പ്ലേസ് ആണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കിട്ടില്ല പ്ലേസ് എന്ന് വെച്ചാൽ കിട്ടില്ല പ്ലേസ്.